ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ജെസി ആണ് ജിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് മണലാരണ്യങ്ങളിലൂടെ അല്ലെങ്കിൽ ത്രൂ ദ സാൻഡി എക്സ്പാൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം ഡെസേർട്ട് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, മരുഭൂമി എന്താണെന്നൊക്കെ അറിയാം. 20 സെന്റിമീറ്ററിന് താഴെ മഴ കിട്ടുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഡെസേർട്ട് അല്ലെങ്കിൽ മരുഭൂമി എന്ന് ചെയ്യുന്നത് വിളിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡെസേർട്ട്. ഈ പറഞ്ഞ മരുഭൂമിയുടെ പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം ചോദിക്കാറുണ്ട്. മക്കളെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കോൾഡ് ഡെസേർട്ട് അല്ലെങ്കിൽ ശീത മരുഭൂമി. രണ്ടാമത്തെ ഹോട്ട് ഡെസേർട്ട്. എന്താണ് ശീത മരുഭൂമി എന്ന് ചോദിച്ചാൽ മക്കളെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പോളാർ റീജിയൻ, അതുപോലെ മൗണ്ടെയിൻസ്, അതുപോലെ തന്നെ ഹൈ പ്ലാറ്റ്യൂ റീജിയൻസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന ധ്രുവ പ്രദേശങ്ങളിൽ, മിതോഷ്ണ പ്രദേശങ്ങളിൽ, പർവ്വതങ്ങളിൽ, ഇങ്ങനെ അതുപോലെ തന്നെ പീഠഭൂമികളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഡെസേർട്ട് ആണ് ഇത് നമ്മുടെ കോൾഡ് ഡെസേർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശീത മരുഭൂമി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹോട്ട് ഡെസേർട്ട്? ഹോട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് ഈ പറയുന്ന 15 to 13 ഡിഗ്രി എന്താണ് ഇതേപോലെ തന്നെ പ്രധാനമായിട്ട് ടെമ്പറേച്ചർ ഉള്ള അല്ലെ ഈ പറയുന്ന അക്ഷാംശങ്ങൾക്കിടയിലുള്ള പ്രധാനമായിട്ടും ഈ പറയുന്ന ഇക്വേറ്റർ റീജിയനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള അല്ലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഡെസേർട്ടുകളാണ് നമ്മൾ ഈ ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പകൽ സമയത്തൊക്കെ എന്താണ് ഭയങ്കര ചൂടും അതുപോലെ രാത്രിയൊക്കെ എന്തായിരിക്കും ഇതുപോലെ തന്നെ തണുപ്പായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും ഇത് ഉഷ്ണ മരുഭൂമികളായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. മക്കളെ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. മക്കളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉൾക്കൊള്ളിച്ചത്. മക്കളെ ഇത് കണ്ടില്ലേ, ഇത് ഇക്വേറ്റർ ആണ്, വേൾഡിലെ ഇക്വേറ്റർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗം ഇതാണ് ഹോട്ട് ഡെസേർട്ട്. ഇതൊക്കെ ഹോട്ട് ഡെസേർട്ട് ആണ്. ഇപ്പൊ സഹാറ ഹോട്ട് ഡെസേർട്ട് ആണ്. അതേപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഹോട്ട് ഡെസേർട്ട് കാണാം ഇക്വേറ്ററിനോട് ചേർന്ന്. ഇനി ഇക്വേറ്ററിനോട് അകന്ന് നിൽക്കുന്ന സ്ഥലം കണ്ട് ഈ പറഞ്ഞ പോളാർ റീജിയനിൽ കണ്ടില്ലേ, പോളാർ റീജിയനിലുള്ളത് ഇതൊക്കെ ഏതാണ് ഈ പറയുന്ന കോൾഡ് ഡെസേർട്ട് അല്ലെങ്കിൽ ശീത മരുഭൂമികളാണ്. അപ്പൊ മനസ്സിലാക്കുക, ഇതാണ് നമ്മൾ ഇത് രണ്ട് വ്യത്യാസം. ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ നെക്സ്റ്റ് ചോദ്യമാണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടന്റ് റോൾ ഓഫ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് താർ ഡെസേർട്ട് അല്ലെ. ഈ പറയുന്ന താർ മരുഭൂമിയുടെ രൂപീകരണത്തിൽ ഈ ആരവല്ലി പർവ്വതനിരയുടെ പങ്ക് എന്ത് ചെയ്യാം എക്സാമിന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. മക്കളെ ആദ്യം തന്നെ കാണിച്ചിരുന്നത് നിങ്ങൾ നോക്കിയോളൂ എന്താണ് ഈ സംഭവം എന്നുള്ളതാണ്. ആദ്യം ഇതാണ് നമ്മുടെ ഇന്ത്യ. എല്ലാവർക്കും അറിയാലോ ഇന്ത്യയിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്താണ്. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മരുഭൂമിയൊക്കെ വരുന്നത്. എവിടെയാണ്? ഈ ഒരു ഭാഗത്താണ്. ഈ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, മരുഭൂമി. അപ്പൊ മക്കൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ചസ് കണ്ട ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ കാറ്റുകൾ വരുന്നതാണ് ഇത് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. ഈ ഭാഗത്ത് നിന്നാണ് വരിക, സൗത്ത് വെസ്റ്റ്. അതിന്റെ ഡയറക്ഷൻ ആണ് കാണിച്ചത് കേട്ടോ. ഈ കാറ്റുകൾ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്, കയറാണ്. ഇന്ത്യയിലേക്ക് കയറുന്ന സമയത്ത് ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ഇവിടെ കയറുന്ന സമയത്ത് ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഇതുപോലെ പാരലായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസിൽ ഈ പറയുന്ന കാറ്റുകൾ വന്ന് എന്ത് ചെയ്യും, തട്ടിയിട്ട് ഈ കാറ്റുകളൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യും, മാറും. അതായത് ഇങ്ങോട്ട് തെന്നി മാറും. ഇത് ഈ പറയുന്ന ആരവല്ലി ഉള്ളത് കൊണ്ട് ഈ ഒരു പ്രദേശത്ത്, അതായത് ഞാൻ ഈ മരുഭൂമി ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല, കാറ്റ് കിട്ടുന്നില്ല. അതിന്റെ ബ്ലോക്ക് ആക്കി എന്ത് ചെയ്യാണ്, നിർത്തിയതാണ് ആര്. അപ്പൊ ഈ ആരവല്ലി ഉള്ളത് കൊണ്ടാണ് ശരിക്കും ഈ ഒരു സ്ഥലം എന്തായത്, ഡെസേർട്ട് ആയത്. ഈ പറയുന്ന വിൻഡിനെ കടക്കാതെ ഇതുപോലെ ഡെസേർട്ട് ആക്കി മാറ്റിയത് ആരാണ്, ഈ ആരവല്ലിയാണ്. അപ്പൊ ആരവല്ലിയാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന താർ മരുഭൂമിയൊക്കെ മരുഭൂമിയാക്കി മാറ്റിയത് ആരാണ്, ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്ക്, മൺസൂൺ കാറ്റിന്റെ തടസ്സമായാണ് ആരവല്ലി പർവ്വതരുടെ സാന്നിധ്യം. ആരവല്ലി പർവ്വതത്തിലേക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ പാതയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്നു. അങ്ങനെ ഈർപ്പം നിറഞ്ഞ കാറ്റ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത് തടയുന്നു. ഇത് ഇതുപോലെ തന്നെ കുറഞ്ഞ മഴയ്ക്ക് കാരണമാകുന്നു. ഇത് മരുഭൂമിയെ വരണ്ടതാക്കുന്നു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ നോക്കിയോളൂ, ദ പ്രസൻസ് ഓഫ് ആരവല്ലി ഹിൽസ് ഇസ് എ ബാരിയർ ടു ദ മൺസൂൺ വിൻഡ്സ്. ദ ആരവല്ലി മൗണ്ടൻ റേഞ്ച് റൺസ് പാരലൽ ടു ദ പാത്ത് ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ winds, blocking the moisture laden wind from the reaching the region. This result to the low rainfall, making Thar desert arid. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഇത്രയുമാണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടത്. മക്കളെ ഈ ഒരു രണ്ട് പ്രധാനപ്പെട്ട ചോദ്യവും എന്തായാലും എന്ത് ചെയ്യും, എക്സാമിന് ചോദിച്ചിരിക്കും. ഷുവറാണ്, ഇത്രയും ഷുവറാണ്. അപ്പം മസ്റ്റായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെച്ചൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റുകൾ എല്ലാവർക്കും രേഖപ്പെടുത്തണമെന്ന് മാത്രം പറയുന്നു. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ എവരിവൺ, ബൈ.